students, welcome back to my class. Today we were going to discuss about the structure of cilia. So in the last class we have discussed the overall structure of paramecium chordatum. So നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതിന്റെ സ്ട്രക്ചർ ഓഫ് സീലിയ ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാരമീസിയത്തിന് കവർ ചെയ്തിട്ട് ഒരുപാട് സീലിയ നമ്മുടെ സീലിയ കാണുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് സീലിയയുടെ സ്ട്രക്ചർ എന്നാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ in paramecium the whole body surface has a uniform ciliary covering and this condition is termed as holotrichous ciliature. നിങ്ങൾക്ക് അണ്ടർസ്റ്റുഡ് ആണ്. ഒരു ബോഡി സർഫസിൽ ഒരുപാട് യൂണിഫോം ആയിട്ട് സീലിയറി കവറിങ് കാണുന്നുണ്ട്. അങ്ങനത്തെ കണ്ടീഷൻ പറയുന്ന പേരാണ് ഹോളോട്രിക്കസ് സീലിയേച്ചർ എന്നുള്ളത്. ആൻഡ് ദേ ആർ ഓൾസോ കോൾഡ് ആസ് കൈനോസീലിയ. എന്തുകൊണ്ടാണ് അവരുടെ കൈനോസീലിയ എന്ന് പറയുന്നത്? കാരണം സീലിയ സെർവ് ആസ് ലോക്കോമോട്ടർ ആൻഡ് ഫുഡ് കളക്ടിങ് ഓർഗൻ അല്ലേ. സീലിയ ഫുഡ് കളക്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ലോക്കോമോട്ടർ ഫംഗ്ഷൻ അവർക്കുണ്ട്. സോ കൈനോ നിങ്ങൾക്ക് ആ വേർഡ് തന്നെ മനസ്സിലാവും. കൈനറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവ്മെന്റ്. സോ കൈനോസീലിയ എന്ന് പറയാൻ കാരണം സീലിയ ഹെൽപ്പ് ഫോർ മൂവ്മെന്റ് അല്ലെങ്കിൽ ലോക്കോമോഷൻ ആൻഡ് ഓൾസോ ഫോർ ഫുഡ് കളക്ഷൻ. സോ ദേ ആർ കോൾഡ് കൈനോസീലിയ ആൻഡ് ദേ ആർ അറേഞ്ച്ഡ് ഇൻ ഡെഫിനിറ്റ് റോസ്. ഈ സീലിയ കാണുന്നത് ഡെഫിനിറ്റ് റോസ് ആയിട്ടാണ്, ഒരു റോ ആയിട്ട് ഡെഫിനിറ്റ് ആയിട്ട് റോസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് സീലിയനെ. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് സീലിയത്തിന്റെ സ്ട്രക്ചർ എന്തൊക്കെയാണെന്ന് നോക്കാം. A cilium has two parts, namely kinetosome and axial filament or shaft. So two parts are uള്ളത്, kinetosome and shaft അല്ലെങ്കിൽ axial filament. So kinetosome എന്ന് പറഞ്ഞാൽ എന്താണ്? Kinetosome എന്ന് പറഞ്ഞാൽ ഇത് ബേസൽ ഗ്രാനുലർ പോർഷൻ ആണ്. അതിന്റെ സീലിയയുടെ ബേസിൽ കാണുന്ന ഗ്രാനുലർ പോർഷൻ ആണ് കൈനറ്റോസോം. ആൻഡ് ടെർമിനൽ ഫിലമെന്റാർ പോർഷൻ ആണ് ഷാഫ്റ്റ് അല്ലെങ്കിൽ ആക്സിയൽ ഫിലമെന്റ്. ആ ബോഡിയുടെ പുറത്തേക്ക് നിൽക്കുന്ന ആ ഭാഗത്തിന് പറയുന്ന പേരാണ് ഷാഫ്റ്റ് അല്ലെങ്കിൽ ആക്സിയൽ ഫിലമെന്റ്. അതായത് ഫിലമെന്റാർ പോർഷൻ ആണ്. ബോഡിയുടെ ഉള്ളിലേക്ക് സൈറ്റോപ്ലാസത്തിൽ പിടിച്ചു നിൽക്കുന്ന ഭാഗമാണ് എന്ത്? കൈനറ്റോസോം എന്ന് പറയുന്നത്. ഓക്കെ, the kinetosome remains embedded in the cortical cytoplasm. കൈനറ്റോസോം എംബഡ് ചെയ്ത് നിൽക്കുകയാണ് കോർട്ടിക്കൽ സൈറ്റോപ്ലാസത്തിൽ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈറ്റോപ്ലാസത്തിന് രണ്ട് ഭാഗം ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കോർട്ടിക്കൽ സൈറ്റോപ്ലാസത്തിൽ എംബഡ് ചെയ്ത് നിൽക്കുന്ന ഭാഗമാണ് കൈനറ്റോസോം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഷാഫ്റ്റ് അല്ലെങ്കിൽ ആക്സിയൽ ഫിലമെന്റ് പ്രൊജക്ട്സ് ഔട്ട് ഓഫ് ദ ബോഡി. ബോഡിക്ക് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗമാണ് ഷാഫ്റ്റോ ആക്സിയൽ ഫിലമെന്റ്. നിങ്ങൾക്ക് പിക്ചർ കണ്ടാൽ ക്ലിയർ ആയിരിക്കും. നോക്കാം. സോ ഇതാണ് ബേസൽ ബോഡി അല്ലെങ്കിൽ കൈനറ്റോസോം. കൈനറ്റോസോമിന്റെ ബേസൽ ബോഡിയാണ് ഈ കാണുന്നത്. ഇതിന്റെ പുറത്തേക്ക് കാണുന്ന ഭാഗം, എന്താണ് പുറത്തേക്ക് നിൽക്കുന്ന ഭാഗം? ദിസ് ഇസ് ദ ആക്സിയൽ ഫിലമെന്റ് അല്ലെങ്കിൽ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ associated with the kinetosome are the rootlets and associated with the shaft are mastigoniums. So kinetosome-ആയിട്ട് associated നമുക്ക് ഒരുപാട് റൂട്ട്ലെറ്റ്സ് കാണാൻ പറ്റുന്നുണ്ട്. and also associated with the shaft are mastigoniums കാണുന്നുണ്ട്. റൂട്ട്ലെറ്റ്സ് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ദേ ആർ ആങ്കറിങ് ഇൻ ഫംഗ്ഷൻ. നമ്മൾ ആദ്യം പറഞ്ഞു കൈനറ്റോസോം എന്ന് പറയുന്നത് കോർട്ടിക്കൽ സൈറ്റോപ്ലാസത്തിൽ ഇങ്ങനെ ഇതിനെ പിടിച്ചു നിർത്തുന്ന ഭാഗമാണ് സീലിയനെ. സോ ദേ ആർ ആങ്കറിങ് ഇൻ ഫംഗ്ഷൻ, ആങ്കർ ചെയ്ത് നിർത്തുകയാണ് അവിടെ. ആൻഡ് മാസ്റ്റിഗോണിംസ് ഇൻക്രീസ് ദ മെക്കാനിക്കൽ എഫിഷ്യൻസി ഓഫ് സീലിയം. മാസ്റ്റിഗോണിംസ് എന്തിനാന്ന് വെച്ചാൽ അത് സീലിയത്തിന്റെ മെക്കാനിക്കൽ എഫിഷ്യൻസി കൂടുന്നതിന് വേണ്ടിയിട്ടാണ് മാസ്റ്റിഗോണിംസ് ഉള്ളത്. സോ മനസ്സിലായി വിചാരിക്കുന്നു. കൈനറ്റോസോം എന്ന് പറയുന്നത് അതിനെ അസോസിയേറ്റ് ചെയ്ത് ഒരുപാട് റൂട്ട്ലെറ്റ്സ് കാണുന്നുണ്ട്. അത് അതിനെ ആങ്കർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മറ്റത് അതിനെ മെക്കാനിക്കൽ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ് മാസ്റ്റിഗോണിംസ് കാണുന്നത്. ഇതാണ് സീലിയയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അത്. സോ ഓക്കെ, എന്താണ് കൈനറ്റോസോം? കൈനറ്റോസോമിന്റെ സ്ട്രക്ചറും ഷാഫ്റ്റിന്റെ സ്ട്രക്ചറും ഡിഫറെന്റ് ആയിട്ട് നമുക്ക് വ്യത്യാസമായിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ഈ ക്ലാസ്സിൽ കൈനറ്റോസോമിന്റെ സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ കൈനറ്റോസോം ഇസ് ഓൾസോ കോൾഡ് ആസ് ബേസൽ ബോഡി അല്ലെങ്കിൽ ബേസൽ കോർപ്പസിൽ അല്ലെങ്കിൽ ബേസൽ ഗ്രാന്യൂൾ. അങ്ങനെ ഒരുപാട് പേരിൽ കൈനറ്റോസോം അറിയപ്പെടുന്നുണ്ട്. ബേസൽ ഗ്രാന്യൂൾ, ബേസൽ ബോഡി അല്ലെങ്കിൽ ബേസൽ കോർപ്പസിൽ. ഇറ്റ് ഇസ് സ്പെറിക്കൽ ഓർ റോഡ് ഷേപ്ഡ് ബോഡി ഫ്രം വിച്ച് ദ ഷാഫ്റ്റ് ഓഫ് ദ സീലിയം അറൈസസ്. നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ് ഓൾറെഡി. അതായത് ഇറ്റ് ഇസ് സ്പെറിക്കൽ അല്ലെങ്കിൽ റോഡ് ഷേപ്ഡ് ബോഡിയാണ്. അവിടെ നിന്നാണ് ഇത് ചെയ്യുന്നത്, സീലിയം അറൈസ് ചെയ്യുന്നത്, സീലിയത്തിന്റെ ഷാഫ്റ്റ് അറൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് സെർവ് ആസ് ദ കൈനറ്റിക് ആസ് വെൽ ആസ് ദ മൈക്രോട്യൂബുൾ ഓർഗനൈസിംഗ് സെന്റർ ഓഫ് സീലിയം. ഈ കൈനറ്റോസോം ആണ് അതിന്റെ കൈനറ്റിക് പോർഷൻ, കൈനറ്റിക് ആസ് വെൽ ആസ് മൈക്രോട്യൂബുൾ ഓർഗനൈസിംഗ് സെന്റർ ഓഫ് സീലിയം. സീലിയത്തിന്റെ മൈക്രോട്യൂബിളിന്റെ ഓർഗനൈസിംഗ് സെന്ററുമാണ്. അതുപോലെ തന്നെ കൈനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും സെർവ് ചെയ്യുന്നത് ഈ കൈനറ്റോസോം ആണ്. ഓക്കെ, കൈനറ്റോസോം ഈസ് somewhat similar to a centriole in structure. നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്താണ് സെൻട്രിയോൾ എന്ന്. സെൻട്രിയോൾ എന്ന് പറയുന്നത് ഒരു സെൽ ഓർഗനല്ലാണ്. ഈ സെൽ ഓർഗനല്ലേ സെൻട്രിയോളിന്റെ സ്ട്രക്ചർ പോലെയാണ് ഏകദേശം കൈനറ്റോസോമിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദ ഷാഫ്റ്റ് ബൈ എ ബേസൽ പ്ലേറ്റ് ഓർ സീലിയറി പ്ലേറ്റ്. ഓക്കെ,
കൈനറ്റോസോം ഷാഫ്റ്റിനായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ബേസൽ പ്ലേറ്റ് വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാം, ദിസ് ഈസ് എ ബേസൽ പ്ലേറ്റ്. ഇവിടെ അങ്ങോട്ട് ഷാഫ്റ്റ് ആണ്, അല്ലെങ്കിൽ എന്താണ് ആക്ഷൻ ഫിലമെന്റ് ആണ്. ഇതാണ് കൈനറ്റോസോം എന്ന് പറയുന്നത്. കൈനറ്റോസോമിനെ ഇവിടുന്ന് ഈ ഷാഫ്റ്റ് നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ ബേസൽ പ്ലേറ്റ് ആണ്. ഓക്കെ, the wall of the kinetosome is formed of 9 groups of concentrically arranged microtubules. എന്താണ് കൈനറ്റോസോം? The wall of kinetosome is formed of, കൈനറ്റോസോമിന്റെ wall ഫോം ചെയ്യുന്നത് 9 groups of concentrically arranged microtubules കൊണ്ടാണ്. 9 groups of microtubules കൊണ്ടാണ് എന്ത് ഈ കൈനറ്റോസോമിന്റെ wall ഫോം ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണെന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. ഇതാണ് 9 groups of microtubules കാണുന്നത്. നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8 9. ഈ 9 ഇതിൽ 9 മൈക്രോട്യൂബിൾസ് കാണുന്നില്ലേ? ഇവിടെ കാണുന്ന ഭാഗമാണിത്. ഇവിടെ നിന്ന് കാണാം. ഇത് ഈ 9 മൈക്രോട്യൂബിൾസ് കൊണ്ടാണ് ഇതിന്റെ വാള് ഫോം ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? ഇതാണ് ബേസൽ ബോഡി. ഇവിടെ റൂട്ട്ലെറ്റ്സ് കാണുന്നുണ്ട്. അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂട്ട്ലെറ്റ്സ് അസോസിയേറ്റ് ചെയ്ത് കാണുന്നുണ്ട് കൈനറ്റോസോമിൽ എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ വാള് ഫോം ചെയ്യുന്നത് ഈ ട്രിപ്പിൾ മൈക്രോട്യൂബിൾസ് കൊണ്ടാണ്. സോ ഈച്ച് ഗ്രൂപ്പ് ഈസ് കോൾഡ് എ ബ്ലേഡ്. ഇതിൽ ഓരോ ഗ്രൂപ്പിനും നമുക്ക് എന്ത് പറയാം? ബ്ലേഡ് എന്ന് വിളിക്കാം. ഇതിന്റെ ഈ 3 എന്നുള്ള ഗ്രൂപ്പിനെ ബ്ലേഡ്, അതുപോലെ തന്നെ ഇത് ബ്ലേഡ്, ഇതൊക്കെ ഓരോ ഗ്രൂപ്പിനെ നമുക്ക് ബ്ലേഡ് എന്ന് വിളിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് എ ട്രിപ്ലറ്റ് ട്യൂബ്യൂൾ. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം 3 ട്രിപ്ലറ്റ് എന്ന് പറയാൻ കാരണം എന്താ? ഇവിടെ 3 എണ്ണം കാണുന്നുണ്ട് അല്ലെ? 3 എണ്ണത്തിന്റെ ഗ്രൂപ്പാണിത്. അതുകൊണ്ട് ഇറ്റ് ഇസ് എ ട്രിപ്ലറ്റ് ട്യൂബ്യൂൾ ആണ്. ഇറ്റ്സ് എ ട്രിപ്ലറ്റ് മൈക്രോ ട്യൂബ്യൂൾ ആണ്. ആൻഡ് ഫോംഡ് ഓഫ് 3 സബ് ട്യൂബ്യൂൾസ്. കണ്ടല്ലോ, ഇവിടെ ഒരു ട്രിപ്ലറ്റ് ട്യൂബ്യൂൾ പറയാൻ കാരണം അത് ഫോം ചെയ്തിട്ടുള്ളത് 3 സബ് ട്യൂബ്യൂൾസ് കൊണ്ടാണ്. അതിൽ മുകളിൽ 3 സബ് ട്യൂബ്യൂൾസ് കാണുന്നുണ്ട്. അതാണ് ഇവിടെ വലുതാക്കി കൊടുത്തുള്ളത്. അപ്പൊ ഇങ്ങനത്തെ ഈ ഇതിനെ ഇവിടെ വലുതാക്കിയിട്ട് 3 സബ് ട്യൂബ്യൂൾസ് കാണുന്നുണ്ട്. സോ കൈനറ്റോസോമിന്റെ വാൾ ഉണ്ടാക്കിയുള്ളത് ഇങ്ങനെ 9 മൈക്രോട്യൂബ്യൂൾസ് കൊണ്ടാണ്. ആ ഓരോ മൈക്രോട്യൂബ്യൂളിൽ ഒരുപാട് എന്തുണ്ട്? മൈക്രോട്യൂബ്യൂളില് ഓരോ ഗ്രൂപ്പിനെയും നമ്മൾ ബ്ലേഡ് എന്ന് വിളിക്കുന്നു. ആ ബ്ലേഡ് എന്ന് പറയുന്ന ഒരു ട്രിപ്ലറ്റ് ട്യൂബ്യൂൾ ആണ്. ആ ട്രിപ്ലറ്റ് ട്യൂബ്യൂൾ ഉണ്ടാക്കിയിട്ടുള്ളത് 3 സബ് ട്യൂബ്യൂൾ കൊണ്ടാണ്. കണ്ടോ, ഓരോ മൈക്രോട്യൂബ്യൂൾ ഉണ്ടാക്കിയിട്ടുള്ളത് 3 സബ് ട്യൂബ്യൂൾസ് കൊണ്ടാണ്. ഓക്കെ, ഈച്ച് സബ് ട്യൂബ്യൂൾ ഈസ് എ ബണ്ടിൽ ഓഫ് പ്രോട്ടോഫിലമെന്റ്സ്. ഇതിൽ ഓരോ സബ് ട്യൂബ്യൂൾ നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോഴും ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. ഓരോ സബ് ട്യൂബ്യൂൾ എന്തോരം ഉണ്ടാക്കിയുള്ളതാണ്? എ ബണ്ടിൽ ഓഫ് പ്രോട്ടോഫിലമെന്റ്സ്. ഓരോ സബ് ട്യൂബ്യൂൾ ഉണ്ടാക്കിയുള്ളത് ഒരു ബണ്ടിൽ ഓഫ് പ്രോട്ടോഫിലമെന്റ്സ് കൊണ്ടാണ്. ആൻഡ് ഈച്ച് പ്രോട്ടോഫിലമെന്റ് ഈസ് ഫോംഡ് ഓഫ് ഗ്ലോബുലാർ പ്രോട്ടീൻ യൂണിറ്റ്സ്. ഓക്കെ, മനസ്സിലായല്ലോ വന്ന വഴി. മൈക്രോട്യൂബ്യൂൾസ് 9 ഗ്രൂപ്പ് ഓഫ് എന്തുകൊണ്ടുണ്ടായിട്ടുള്ളത്? ബ്ലേഡ് ആണ്. ഈ 9 ഗ്രൂപ്പ് ഓഫ് ബ്ലേഡ് കാണുന്നുണ്ട്. അതിൽ ഓരോന്നും ട്രിപ്ലറ്റ് ട്യൂബ്യൂൾ ആണ്. അതുപോലെ തന്നെ അതിൽ ഓരോ ഗ്രൂപ്പിലും 3 സബ് ട്യൂബ്യൂൾ കാണാം. ഓരോ സബ് ട്യൂബ്യൂളിലും ഒരു ബണ്ടിലെ പ്രോട്ടോഫിലമെന്റ്സ് ആണ്. സബ് ട്യൂബ്യൂൾ എന്ന് പറയുമ്പോൾ ഇത് ഓരോന്നും സബ് ട്യൂബ്യൂൾ ആണ്. 3 സബ് ട്യൂബ്യൂൾ ഉണ്ടല്ലോ. ഈ സബ് ട്യൂബ്യൂളിൽ ഓരോന്നും ബണ്ടിലെ പ്രോട്ടോഫിലമെന്റ്സ് ആണ്. അത് കൂടാതെ ഓരോ പ്രോട്ടോഫിലമെന്റും എന്താണ്? ഫോംഡ് ഓഫ് ഗ്ലോബുലാർ പ്രോട്ടീൻ യൂണിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഓരോ പ്രോട്ടോഫിലമെന്റും. ഓഫ് ദ 3 സബ് ട്യൂബ്യൂൾസ്, the outer one terminates at the level of basal plate and others extend to shaft. നമ്മൾ പറഞ്ഞതാണ് ഓരോ ഗ്രൂപ്പിനെയും ബ്ലേഡ് എന്ന് പറയുന്നു. ഇറ്റ്സ് എ ട്രിപ്ലറ്റ് ട്യൂബ്യൂൾ ആണ്, ഫോംഡ് ഓഫ് 3 സബ് ട്യൂബ്യൂൾസ്. ഈച്ച് സബ് ട്യൂബ്യൂൾ ഈസ് എ ബണ്ടിൽ ഓഫ് പ്രോട്ടോഫിലമെന്റ്സ് ആണ്. ഓരോ പ്രോട്ടോഫിലമെന്റും ഫോം ചെയ്തിട്ടുള്ളത് ഗ്ലോബുലാർ പ്രോട്ടീൻ യൂണിറ്റ്സ് കൊണ്ടാണ്. ക്ലിയർ ആയല്ലോ? ഓഫ് ദി 3 സബ് ട്യൂബ്യൂൾസ്, ഓരോ സബ് ട്യൂബ്യൂളും ഔട്ടർ വൺ ടെർമിനേറ്റ്സ് അറ്റ് ദ ലെവൽ ഓഫ് ബേസൽ പ്ലേറ്റ്. ബേസൽ പ്ലേറ്റിന്റെ അവിടെ വെച്ചിട്ട് ഔട്ടർ വൺ ടെർമിനേറ്റ് ചെയ്യുന്നു. ആൻഡ് അതേഴ്സ് എക്സ്റ്റെൻഡ് ടു ഷാഫ്റ്റ്. ബാക്കിയുള്ള 2 എണ്ണമാണ് ഷാഫ്റ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായിരിക്കുന്നു. അതായത് ഇവിടെ വരെയുള്ള സ്ട്രക്ചർ ആണ് കണ്ടത്. പിന്നെ ഇവിടുത്തെ ട്രാൻസിഷൻ സോൺ ആണ്. ഈ ബേസൽ പ്ലേറ്റ് കഴിഞ്ഞാൽ ട്രാൻസിഷൻ നടക്കുന്നുണ്ട്. ഇവിടെ വരെ 3 എണ്ണം കാണുന്നുണ്ട്. ബേസൽ പ്ലേറ്റ് ഇവിടെ 3 എണ്ണം കാണുന്നുണ്ട്. ബേസൽ പ്ലേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് ഈ സബ് ട്യൂബ്യൂളിൽ 2 എണ്ണേ കാണുന്നുള്ളൂ. ഔട്ടർ വൺ ടെർമിനേറ്റ് ചെയ്ത് പോവാണ്. പിന്നെ അതേഴ്സ് എക്സ്റ്റെൻഡ് ടു ഷാഫ്റ്റ്. ബാക്കിയുള്ള 2 എണ്ണമാണ് ഷാഫ്റ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടേക്ക് പിന്നെ നിങ്ങൾക്ക് കാണാൻ പോകുന്നത് 2 എണ്ണാണ് കാണുന്നത്. കണ്ടോ, ഇവിടെ എത്തുമ്പോൾ പിന്നെ 2 സബ് ട്യൂബ്യൂൾ ആണ് കാണുന്നത്. ഓക്കെ, പ്രോക്സിമലി കൈനറ്റോസോം ഹാസ് എ കാർട്ട് വീൽ സ്ട്രക്ചർ. കൈനറ്റോസോമിൽ ഒരു കാർട്ട് വീൽ സ്ട്രക്ചർ ആണ് കാണുന്നത്. കണ്ടോ, ഒരു കാർട്ട് വീലിന്റെ സ്ട്രക്ചർ ആണുള്ളത്. ആൻഡ് ഹിയർ ഇറ്റ് ഹാസ് എ സെൻട്രൽ സിലിണ്ടർ ഓർ ഹാഫ് ഫ്രം വിച്ച് എക്സ്റ്റെൻഡ് 9 റേഡിയൽ സ്പോക്സ്. ഒരു സെൻട്രൽ സിലിണ്ടർ കാണുന്നുണ്ട്. ഇവിടെ ഒരു സെൻട്രൽ സിലിണ്ടർ കാണുന്നുണ്ട്. ആ സെൻട്രൽ സിലിണ്ടറിന് 9 റേഡിയൽ സ്പോക്സ് അറേഞ്ച് ചെയ്യുന്നത്. 1 2 സ്പോക്സ് നീളത്തിൽ കാണുന്നുണ്ടല്ലോ, അതാണ് റേഡിയൽ സ്പോക്സ്. 9 റേഡിയൽ സ്പോക്സ് കാണുന്നുണ്ട്. 1 to each triplet tubule. ഓരോ ട്യൂബ്യൂളിക്കും ഓരോ ഗ്രൂപ്പിക്കും ഓരോ എന്താ അറേഞ്ച് ചെയ്യുന്നുണ്ട്? റേഡിയൽ സ്പോക്സ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. The triplet tubules are interconnected through a dense material. ഓരോ ട്രിപ്ലറ്റ് ട്യൂബ്യൂളും ഇന്റർകണക്ട് ചെയ്തുകൊണ്ട് ഡെൻസ് മെറ്റീരിയൽ കാണുന്നുണ്ട്. The interconnection is always between the outer subtubule of one triplet and
ഇന്നർ സബ്ട്യൂബിൾ ഓഫ് ദ നെക്സ്റ്റ്. ഇന്റർ കണക്ഷൻസ് ഒക്കെ ഇന്റർകണക്ട് ചെയ്തിട്ടുണ്ട്. അത് ഓരോ ഇതും ഗ്രൂപ്പ് ഇന്റർകണക്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇന്റർകണക്ട് ചെയ്തിട്ടുള്ളത്? ഔട്ടർ സബ്ട്യൂബിൾ ഓഫ് വൺ, ഇതിന്റെ ഔട്ടർ സബ്ട്യൂബിളും ഇതിന്റെ ഇന്നറും അങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഇന്നറും അടുത്ത ഗ്രൂപ്പിന്റെ ഔട്ടറും. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതിന്റെ ഇന്നർ ആണെങ്കിൽ അടുത്ത ട്യൂബിളിന്റെ ഗ്രൂപ്പിന്റെ ഔട്ടറിനായിട്ട് ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ഇന്റർ കണക്ഷൻ ഇസ് ഓൾവേസ് ബിറ്റ്വീൻ ദ ഔട്ടർ സബ്ട്യൂബിൾ ഓഫ് വൺ ട്രിപ്ലറ്റ് ആൻഡ് ഇന്നർ സബ്ട്യൂബിൾ ഓഫ് ദ നെക്സ്റ്റ്. In the distal part of the kinetosome, the carbonyl structure almost disappears and hub transforms to a circle of 3 subtubules. Okay. നമ്മൾ പറഞ്ഞത് പ്രോക്സിമലി കൈനറ്റോസോമിന് കാർബോണിൽ സ്ട്രക്ചർ ആണുള്ളത്. ആ സിലിണ്ടർ അല്ലെങ്കിൽ ഹബ്ബ് എന്ത് ചെയ്യുന്നു? അതിന് ഓരോ റേഡിയൽ ബോക്സ് പോകുന്നുണ്ട്. ഈ റേഡിയൽ ബോക്സ് ഈ ട്രിപ്ലറ്റ് ട്യൂബ്യൂൾസ് ഇന്റർകണക്ട് ചെയ്തുകൊണ്ട് ഡെൻസ് മെറ്റീരിയൽ കാണുന്നുണ്ട്. കണക്ഷൻ എന്ന് പറയുന്നത് ഓരോന്നിന്റെയും ഔട്ടർ സബ്ട്യൂബ്യൂളും അതുപോലെ തന്നെ അടുത്ത ഗ്രൂപ്പിന്റെ ഇന്നർ സബ്ട്യൂബ്യൂളും തമ്മിലാണ്. In the distal part of kinetosome, carbonyl structure disappear എന്ന് പറഞ്ഞു. ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നു. നിങ്ങൾക്ക് കാണാൻ തന്നെ ആ ഒരു പിക്ചർ. ഇതാണ് റേഡിയൽ ബോക്സ്. റേഡിയൽ ബോക്സ് കാണുന്നുണ്ട്. ഇവിടെ ഇതിന്റെ ഇങ്ങനെയാണ് കാണുന്നത്. ഇത് സെൻട്രൽ ട്യൂബ്യൂൾ കാണുന്നുണ്ട്. ഓക്കെ, ഈ പിക്ചർ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ചും കൂടെ ഇങ്ങനെയാണ് 3D പിക്ചർ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് കാണുന്നത്. ഈ ഗ്രൂപ്പ് ഇതാണ് മൈക്രോ ട്യൂബ്യൂൾസ്. ഡബ്ലറ്റ് കാണുന്നത്, അത് റേഡിയൽ ബോക്സ് കാണുന്നു സെൻട്രലിലേക്ക്. ഇതാണ് സെൻട്രൽ മൈക്രോ ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. അവിടേക്ക് റേഡിയൽ ബോക്സ് 9 റേഡിയൽ ബോക്സ് കാണുന്നുണ്ട്. അതുപോലെ മൈക്രോ ട്യൂബ്യൂളിന്റെ ഔട്ടർ വണ്ണും അടുത്തതിന്റെ ഇന്നർ വണ്ണും അങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയാണ് നോക്കാനുണ്ടായിരുന്നത്. നമ്മൾ ഇന്ന് കൈനറ്റോസോമിന്റെ സ്ട്രക്ചർ ആണ് നോക്കിയത്. ഈ ഷാഫ്റ്റിന്റെ അല്ലെങ്കിൽ ആക്ഷൻ ഫിലമെന്റിന്റെ സ്ട്രക്ചർ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. നമ്മളിന്ന് പറഞ്ഞത് സ്ട്രക്ചർ ഓഫ് സീലിയ ആയിരുന്നു. സീലിയക്ക് 2 പാർട്സ് ഉണ്ട് പറഞ്ഞു. കൈനറ്റോസോം ഉണ്ട്, ഷാഫ്റ്റ് അല്ലെങ്കിൽ ആക്സിൽ ഫിലമെന്റ് എന്ന് പറഞ്ഞു. അപ്പോ കൈനറ്റോസോമിന് എന്തുണ്ട് പറഞ്ഞു? കൈനറ്റോസോമിന് ഒരു സ്പെറിക്കൽ റോഡ് ഷേപ്പ് ബോഡിയാണ്, ഫ്രം വിച്ച് ഷാഫ്റ്റ് അറൈസ് ചെയ്യുന്ന ബോഡിയാണ് കൈനറ്റോസോം എന്ന് പറഞ്ഞു. ആൻഡ് സംവാട്ട് സിമിലർ ടു സെൻട്രിയോണിന്റെ സ്ട്രക്ചറിനോട് സിമിലർ ആണ്. അതുപോലെ തന്നെ കൈനറ്റോസോമിന്റെ ബോൾ ഉണ്ടാക്കിയുള്ളത് 9 ഗ്രൂപ്പ്സ് ഓഫ് മൈക്രോ ട്യൂബ്യൂൾസ് കൊണ്ടാണ്. അതുപോലെ തന്നെ ഓരോ ഗ്രൂപ്പിനും നമുക്ക് ബ്ലേഡ് എന്ന് വിളിക്കാം. ഓരോ ഗ്രൂപ്പിനും ബ്ലേഡ് എന്ന് പറയാം. ആൻഡ് ഓൾസോ ഇറ്റ്സ് എ ട്രിപ്ലറ്റ് ട്യൂബ്യൂൾ ആണ്. ആൻഡ് ഓരോ ട്രിപ്ലറ്റും ഫോം ചെയ്തിട്ടുള്ളത് 3 സബ് ട്യൂബ്യൂൾസ് കൊണ്ടാണ്. ഈ സബ് ട്യൂബ്യൂൾ പറയുന്നത് ബണ്ടിലോ പ്രോട്ടോഫിലമെന്റ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയുള്ളത്. ഓരോ സബ് ട്യൂബ്യൂൾ ഉണ്ടാക്കിയുള്ളത് ബണ്ടിലോ പ്രോട്ടോഫിലമെന്റ്സ് കൊണ്ടാണ്. ഈ ഓരോ പ്രോട്ടോഫിലമെന്റ്സ് ഉണ്ടാക്കിയുള്ളത് ഗ്ലോബുലർ പ്രോട്ടീൻ യൂണിറ്റ്സ് കൊണ്ടാണ്. ആൻഡ് ഈ സബ് ട്യൂബ്യൂളിൽ ഔട്ടർ വൺ ടെർമിനേറ്റ് ചെയ്യുന്നു ലെവൽ ഓഫ് ബേസൽ പ്ലേറ്റിൽ, അതേഴ്സ് എക്സ്റ്റെൻഡ് ടു ഷാഫ്റ്റ്, ബാക്കിയുള്ളത് ഷാഫ്റ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഔട്ടർ വൺ ടെർമിനേറ്റ് ഇവിടെ വെച്ചിട്ട് ഔട്ടർ ഈ 3 എണ്ണത്തിൽ ഔട്ടർ വൺ ടെർമിനേറ്റ് ചെയ്ത് പോയിട്ട് ബാക്കി 2 എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഷാഫ്റ്റിലേക്ക്. മനസ്സിലായല്ലോ. പിന്നെ കാർബണിൽ സ്ട്രക്ചർ ആണുള്ളതെന്ന് പറഞ്ഞു. അതിന് എന്ത് കാണുന്നുണ്ട്? സെൻട്രൽ സിലിണ്ടർ കാണുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് 9 റേഡിയൽ ബോക്സ് അറൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ട്രിപ്ലറ്റ് ട്യൂബ്യൂൾസ് ഇന്റർകണക്ട് ചെയ്യുന്നുണ്ട് തമ്മിൽ. പിന്നെ അവർ ഇന്റർകണക്ഷൻ എന്ന് പറയുന്നത് ബിറ്റ്വീൻ ഔട്ടർ സബ്ട്യൂബ്യൂൾ ആൻഡ് ഒന്നിന്റെ ഔട്ടർ സബ്ട്യൂബ്യൂളും മറ്റേന്റെ ഇന്നർ വണ്ണുമായിട്ടാണ് സബ്ട്യൂബ്യൂളായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.